ഹായ്, ഇപ്പോൾ റീസെൻ്റ്ലി ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഡബ്ഡ് തെലുങ്ക് ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ഭൈരവ കോട്ടയം എന്നുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞു ഇതൊരു തെലുങ്ക് ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് ഒരു പേര് ഭൈരവകോണം എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ചിത്രത്തിൻ്റെ തമിഴ് ഡബ് വേർഷനാണ് ഇതിപ്പോൾ നമുക്ക് ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആണ്. ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ സന്ദീപ് കിഷൻ അതുപോലെ തന്നെ വർഷ ബൊല്ലമ്മയൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു മോഷണം കാണിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള ബസവിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജോണും ചേർന്നിട്ട് ഒരു കല്യാണ വീട്ടിൽ ചെന്നിട്ട് അവിടെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന അല്ലെങ്കിൽ പെണ്ണിന് കൊടുക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ ഒരു ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ രണ്ടും കൂടെ അടിച്ചു മാറ്റിയാണ്. ശേഷം ഇവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സാഹചര്യവശാൽ ഒരു പ്രദേശത്തിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഭൈരവ കോട്ടയം എന്നുള്ളത്. ആ ടൈറ്റിൽ അതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ പാർക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ചിത്രം കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഇപ്പോൾ യൂഷ്വലി നിങ്ങൾക്കറിയാം ഒരു തെലുങ്ക് ഫാൻറ്റസി ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു കഥാപരിസരത്തിനുള്ളിൽ കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, പിന്നെ കഥ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും കുറച്ച് ഫ്ലാഷ് ബാക്സ് കാണും, അതുപോലെ തന്നെ കുറച്ച് ടേൺസ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു ചിത്രം തന്നെയാണിത്. സോ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സിനിമയെ സാറ്റിസ്ഫൈ ചെയ്യും. ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥാപരമായിട്ട്, അതായത് കഥയ്ക്കുള്ളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മിസ്റ്ററി, ചെറിയ സസ്പെൻസ്, പിന്നെ ഫ്ലാഷ് ബാക്ക്, ഇമോഷൻസ്, ചെറിയ ചെറിയ ടേൺസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓവറോൾ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യവും ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് സന്ദീപ് കിഷൻ അതുപോലെ തന്നെ വർഷ ബൊല്ലമ്മ രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടേഴ്സ് നീറ്റായിട്ട് തന്നെ രണ്ടുപേരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് സപ്പോർട്ടിംഗ് റോൾസ് ഒക്കെ എത്തുന്നുണ്ട്. എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ രായപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പി രവിശങ്കറാണ് ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ പ്രകടനവും വളരെ നോട്ടബിൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് രാജ് തോട്ടയുടെ സിനിമാറ്റോഗ്രഫി കാഴ്ചയായിരുന്നു. ഗംഭീരമായിട്ടാണ് സിനിമാറ്റോഗ്രഫി വർക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു സ്റ്റണ്ണിങ് ഫീൽ കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും DOP വർക്കിലൂടെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള ഫാൻറ്റസി സൂപ്പർ നാച്ചുറൽ ഫിലിം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ യൂഷ്വലായിട്ട് ഈ സ്പെഷ്യൽ എഫക്ട്സ് വർക്കുകളൊക്കെ എന്തായാലും കാണണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഒരു ഫിക്ഷണൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എഫക്ട്സ് വർക്കുകൾക്കാണ് സാധിക്കുക. എന്തായാലും അതൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ടൈമിലെ വർക്കുകളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആർട്ട് വർക്ക് ആകട്ടെ, കോസ്റ്റ്യൂംസ് ആകട്ടെ, മേക്കപ്പ് ആകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. പിന്നെ മ്യൂസിക്കും ഒക്കെ തന്നെ കൊള്ളാമായിരുന്നു. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്നൊന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫാൻറ്റസി എലമെൻറ്റ്സ് ഉള്ള സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സമീപകാലത്ത് തന്നെ തെലുങ്കിൽ നിന്നും മറ്റൊരു ചിത്രം കണ്ടിരുന്നു, വിരൂപാക്ഷ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിനുള്ളിൽ ഈ സിനിമ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഒരു സിനിമയുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ് നോക്കി കാണേണ്ടത്. ആ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളെന്നൊക്കെയുള്ളതാണ് സിനിമയുടെ ഒരു അടിത്തറ എന്നുള്ളൊരു കാര്യങ്ങളും. അപ്പോൾ അതിനൊന്നും വലിയ ഒരു ഇമോഷൻസ് പ്രേക്ഷകരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനൊന്നും എഴുത്തിനൊന്നും സാധിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊരു ഫ്ലോയ്ക്ക് ഇരുന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്, വലിയ മുഷിപ്പില്ലാതെ. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-6.5. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സെക്ഷൽ കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് അഡൽട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ ഡ്രസ്സിങ്ങിലൊക്കെ ഉള്ള ചെറിയ ഗ്ലാമറസ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കാണും. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വലിയ മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.